പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ്ബ് ലൈസൻസ് ഇല്ല. ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ്ബ് ലൈസൻസ് കിട്ടില്ല എന്നതാണ്. കലൂർ സ്റ്റേഡിയത്തിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലബ്ബ് ലൈസൻസ് നേടാനാവാത്തത്. AFC സെക്രട്ടറി ജനറലിന്റെ അഭിപ്രായമാണ് പ്രധാന കാരണം. കലൂർ ഹോം സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും ക്ലബ്ബ് ലൈസൻസ് ലഭിക്കാനുള്ള ചാൻസ് ഇപ്പോൾ കുറവാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണിത്. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജംഷഡ്പൂർ FC, ഹൈദരാബാദ് FC, ഒഡീഷ FC എന്നീ ടീമുകൾക്കും ക്ലബ്ബ് ലൈസൻസ് ഇല്ല. ഈ ടീമുകൾക്ക് AFC കപ്പോ അല്ലെങ്കിൽ AFC ചാമ്പ്യൻസ് ലീഗോ കളിക്കാനായിട്ട് യോഗ്യത ലഭിച്ചാൽ പോലും അവർക്കത് കളിക്കാൻ സാധിക്കില്ല. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള അഡ്രൈ ലൂണ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള ഇവാൻ ഉക്കമാനോവിച്ചിനെ കുറിച്ച് ചില കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവാൻ എന്ന കോച്ചാണ് തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഒരു കോച്ച് എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങൾക്കൊരു സുഹൃത്തിനെ പോലെയാണ്. ഞങ്ങൾക്ക് എന്തും അദ്ദേഹത്തിനോട് ധൈര്യത്തോടെ സംസാരിക്കാൻ കഴിയും. ഒരു കോച്ചും പ്ലെയറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, താൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും ലൂണ പറഞ്ഞിരുന്നു. അടുത്തൊരു കാര്യം, ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനൊക്കെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്, ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കാര്യം. ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു താരമാണ് സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിക്ക് പകരം ഇന്ത്യൻ ടീമിൽ മറ്റൊരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലെന്നതാണ് മറ്റൊരു ദുഃഖം നൽകുന്ന കാര്യം. മാത്രമല്ല, വരുന്ന ജൂൺ 6 നടക്കുന്ന കുവൈറ്റിനെതിരായിട്ടുള്ള മത്സരമായിരിക്കും സുനിൽ ഛേത്രിയുടെ അവസാന മത്സരം. ഇന്ത്യൻ ടീമിന് വേണ്ടി 150 മത്സരങ്ങൾ കളിച്ച താരം 94 ഗോളുകൾ നേടിയിട്ടുണ്ട്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.